ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല നിലവിളക്കും ഉണ്ണിക്കണ്ണനും പിന്നെ കുറേ ദൈവങ്ങളെല്ലാം ആയിട്ടുള്ള നമ്മളൊരു പൂജാ റൂമാണ് കേട്ടോ ഇത്. എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്, പോയിന്നില്ല അങ്ങേക്ക്. അപ്പം ഇന്നിപ്പോൾ രാവിലെ എണീച്ചിട്ട് ഇതാ വേഗം ബ്രഷ് ചെയ്യുന്നുണ്ടേ. പിന്നെ എൻ്റെ വീട്ടിലാണുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം പല്ല് തേക്കുന്ന സമയത്ത് ഇതാ നമ്മളെ മുറ്റത്ത് മാവുമ്മൽ കുറച്ച് മാങ്ങയെല്ലാം വീണിട്ടുണ്ടായിരുന്നു. അതെല്ലാം പെറുക്കിയിട്ട് ഞാൻ ഓരോ ഭാഗത്തേക്ക് ആക്കുന്നതാണ്. അപ്പോൾ പിള്ളേർ തലേന്ന് രാത്രി കിടക്കുമ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിന്, പിന്നെ അമ്മമ്മേ നമുക്ക് നാളെ രാവിലെ പൊറോട്ടയാണ് വേണ്ടതെന്ന്. അപ്പം പിന്നെ അമ്മ രാത്രി കിടക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഒന്നും ആക്കണ്ട, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചി പിന്നെ ഇല്ല കേട്ടോ, അവർ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പോയിട്ടുള്ളത്, 2 ദിവസത്തേക്ക് മാത്രം പോയതാണ്. അപ്പം പിന്നെ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പൊറോട്ടയും അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഹോട്ടലെല്ലാം ഉണ്ട് കേട്ടോ, അടുത്തേക്ക് പോയതാണ്. സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമുള്ളൊരു നിർബന്ധമാണ് കേട്ടോ, ഒരു ഗ്ലാസ് ചായയും കേക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയും നമ്മൾ 5 രൂപേനെ ചെറിയ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമുള്ള നിർബന്ധമാണ്. അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ഞാൻ ചായയെ കുടിക്കുകയില്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. മധുരമൊന്നും ഇടൂല കേട്ടോ, ഒരു ചെറിയൊരു ഫ്ലേവറിന് മാത്രം ഇത്ര പൊടി മധുരം ഇടും. അങ്ങനെ ഇതാ കേക്കും ചായയും ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ദേവൂട്ട വന്നിട്ട് ഇതാ ഇതുപോലെ കിടന്നിട്ടുണ്ട് മടിയിൽ വന്നിട്ട്. അപ്പോൾ ഓനിങ്ങനെ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കിടപ്പാണ്. രാവിലെ എണീച്ചപ്പാടാണ് അമ്മയെ മസാജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ തലയെല്ലാം ഒന്ന് നല്ല അടിപൊളിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് പൊറോട്ട ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 3 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. മുട്ടേൻ്റെ എഗ് വൈറ്റ് മാത്രമാണ് കേട്ടോ കഴിക്കൽ. പൊറോട്ടേൻ്റെ കൂടെ നല്ല ബീഫ് കറിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. അതുകൂടാണ്ട് ഒരു പഴംപൊരിയും വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം നമ്മളിങ്ങനെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ബീഫും പഴംപൊരിയും. അപ്പോൾ പിള്ളേർ കുറേ ആയി അതിങ്ങനെ പറയുന്നേ, അപ്രതീക്ഷിതമായിട്ട് അത് കിട്ടിയോണ്ട് ഞാൻ പറഞ്ഞു ബീഫ് കറിയും കൂട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ അവർ അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ടേ. നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും ഒരു കഷ്ണം തിന്നിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ വേഗം വന്നിട്ട് ഇതാ കുറച്ച് അലക്കിയിടാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മളെ കല്ലുമെന്ന് അലക്കിയിടുന്നുണ്ട്. ഒരു സമയത്ത് നമ്മൾ കറിവേപ്പില വെച്ചാലും ഒന്നും ആവലില്ല, എല്ലാം കരിഞ്ഞു പോക്കാൻ. ഇപ്പം കുറച്ചുണ്ടേ. പിന്നെ തേജു ഇടുന്ന ഒരു മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വലിയൊരു സൈസിലല്ലേ. അപ്പോൾ അത് മുറിച്ചിട്ട് പിന്നെ ഉപ്പും മുളകെല്ലാം പെരക്കിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷേങ്കിലും മുറിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഏകദേശം ഉച്ചയായിട്ടുണ്ടായിനെ. ഞാനതെല്ലാം മുറിച്ചിട്ട് ഉപ്പും മുളകെല്ലാം പെരക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വേഗം പിള്ളേർക്കെല്ലാം ചോറ് കൊടുത്തിട്ട് നല്ല പുളിങ്കറിയും പൊരിച്ച മീനും അച്ചാറെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയിൽ ചോറ് തന്നിട്ടുണ്ട്. ചോറെല്ലാം തന്നിട്ട് ഇതാ മേലെ വന്നിട്ട് കുറച്ച് സമയം കിടക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കടലാസ് പൂ ഇങ്ങനെ വിരിഞ്ഞ് നല്ല കണ്ണിനെല്ലാം നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് തന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അന്നേരം ഇതാ തേജു നമ്മളെ മേലേന്ന് തന്നെ പിന്നെ പുളിയം വാങ്ങിയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ കൊക്കയെല്ലാം എടുത്തിട്ട് കുലുക്കി ഇടുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ. പച്ച ഭയങ്കര പൊളിയാണ്, പക്ഷേ നമ്മൾ മീനിട്ടിട്ടെല്ലാം കറി വെക്കുമ്പോഴും മുളീശം വെക്കുമ്പോഴെല്ലാം ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. കുഞ്ഞമ്മാമൻ്റെ പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആണ് നമ്മൾ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയിലേക്ക് പോകുന്നത്. കുറേ ദൂരമുണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി, കുറച്ച് ബേക്കറിയെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ പണ്ട് ഈ വീടല്ല കേട്ടോ, ഇതിൻ്റെ താഴെ ഒരു വീടുണ്ടായിന്, ആടെയാണ് കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ടായിന്. ഇപ്പം പുതിയ വീട് എടുത്തതാണ്. അച്ഛൻ്റെ അമ്മക്ക് 7 മക്കളാണ്. അച്ഛനെയും കൂട്ടിയിട്ട് അച്ഛൻ കുറേ വർഷമായി മരിച്ചിട്ട് 3 ആണും ബാക്കിയുള്ളതെല്ലാം പെണ്ണാണ് കേട്ടോ. അച്ഛനാണിത്, അവർ വരച്ചതാണ്. ഈ ഒരു ഫോട്ടോയിൽ അച്ഛനൊന്നും ഇല്ല, എന്നാലും അവർ വരച്ചിട്ട് കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. അച്ഛനും അമ്മയുമാണ്, എൻ്റെ അച്ഛനും അമ്മയാണ് അത്. അങ്ങനെ എന്താ പറയുക, അച്ഛൻ്റെ വീട്ടിൽ വന്ന് എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കലും അങ്ങനെ മാത്രമേ നമ്മൾ വരത്തുള്ളൂ. അത് അച്ഛൻ്റെ അമ്മയാണ്. പണ്ട് സ്കൂളെല്ലാം മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ നിൽക്കലുണ്ടേ. പക്ഷേങ്കിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലാണ്ട് ഞാൻ നിൽക്കലേ ഇല്ല. എനിക്ക് ഭയങ്കര എന്തോ ഒരു മടിയാണ് ഇവിടെ നിൽക്കാൻ. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൗൺ ഏരിയ, ഇത് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വീടും പരിസരവും മാത്രമല്ലാണ്ട് വേറൊരു ജനങ്ങളെയും കാണൂല, ഒരു ഉള്ള ഏരിയയാണ്. അപ്പം നമ്മൾ ഈ ടൗണിൽ നിന്നവർക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. ഇപ്പം പിന്നെ പുരോഗമിച്ചേ കുറേ പിന്നെ വീടും കാര്യങ്ങളെല്ലാം
കുറച്ച് പുരോഗമനമെല്ലാം വന്നിട്ടുണ്ട്. എന്നാലും ഒരു കാട് പ്രദേശമായതുകൊണ്ട് ഒരു പേടി ആ സമയത്ത് ചെറുതിൽ, ഇപ്പോഴല്ല കുഞ്ഞിൽ ഭയങ്കര പേടിയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ദിനോസർ വരും അങ്ങനെയുള്ള പേടികളല്ലാതെ. അങ്ങനെ നമ്മളിതാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, സൂപ്പറാണ്. കാപ്പി, കുരുമുളക്, റബ്ബർ അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പം നമ്മളിതാ താഴത്തെ ഭാഗത്ത് കുറച്ച് ചാമ്പക്ക കണ്ടിട്ടുണ്ടായിനെ. അപ്പോൾ എൻ്റെ ദേവൂട്ടനാണ് നമ്മളെ ക്യാമറാമാൻ. അപ്പോൾ അതിൻ്റെ അപാകതകളൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ചാമ്പക്ക കണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ചാമ്പക്ക നമ്മുടെ നാട്ടിൽ. ഞാനിങ്ങനെ ഫോണിലും വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ട കൗതുകത്തിന് എടുത്തിട്ട് പറിച്ച് കുറച്ച് 2-3 പറിച്ച് ടേസ്റ്റ് ചെയ്ത്. പുളിയില്ല, ലൈറ്റ് മധുരമല്ലായിട്ട് ഒരു ചെറിയൊരു ചവർപ്പല്ലായിട്ടാണ് നട്ടുള്ളത്. എന്താ ഇതിന് പറയാമെന്നറിയില്ല, ആപ്പിൾ പേരക്കാന്ന്, അല്ല ആപ്പിൾ പേരക്കയില, ആപ്പിൾ ചാമ്പക്കാന്ന് എന്താ പറയാമെന്നറിയില്ല. നല്ല കാണാനും നല്ലയുണ്ട്, നല്ല സൈസായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചക്ക, മാങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ പിന്നെ ഇതൊന്നുമില്ല. ഇതിൻ്റെ താഴോട്ടായിട്ടാണ് അച്ഛൻ്റെ പഴയ വീടുണ്ടായിനെ. അപ്പോൾ അതെല്ലാം പൊളിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് പുതിയ വീടെടുത്തത്. അതിനെ ടച്ച് ചെയ്തിട്ട് തന്നെ ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ നിന്നാണ് നമ്മൾ പണ്ട് കുളിക്കലും നനക്കലും അങ്ങനെയുള്ള പരിപാടികളെല്ലാം. ആ ഒരു കാലം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലമാണ്. അനിയത്തി, പിന്നെ ആൻറ്റിമാർ എല്ലാവരും കൂടിയിട്ട് കുളിക്കാൻ പോകലും അലക്കാൻ പോകലും അതൊരു രസം തന്നെയാണ്. ചായ കുടിയെല്ലാം കഴിഞ്ഞ് എണീച്ച് പോയതാന്ന് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും ഇങ്ങനെ വർത്തമാനങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ആൻറ്റി കുറേ ചക്ക ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക ഐറ്റംസ് അല്ല, ചക്ക. നമുക്ക് അങ്ങോട്ടും എൻ്റെ വീട്ടിൽ മാട്ടൂൽ ചക്ക കിട്ടൂല. നമ്മൾ 200, 300, 400 കൊടുത്തിട്ടാണ് ചക്ക മേടിക്കുക. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് ചക്കയുണ്ട്, അച്ഛൻ്റെ വീട്ടിലും ഉണ്ട്. നമ്മൾ ഇവിടുന്നെല്ലാം കൊണ്ടുവരുക, നമ്മളെ വീട്ടിൽ ചക്കയില്ല. അപ്പോൾ ആ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഏതൊരു ഫ്രണ്ടിനെയും കൂട്ടി പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന്. കുറേ ചക്ക, ഒരു 5ഓളം ചക്ക ഉണ്ടായിന്. ഒന്ന് നല്ലോണം പഴുത്ത് അടിഞ്ഞു പോയിന്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും ഹാപ്പിയായി ചക്ക കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ചാക്കിലെല്ലാം കെട്ടി സെറ്റാക്കിയിട്ട് ഓട്ടോയിൽ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിന്, കെട്ടിയെല്ലാം വെച്ചിട്ട്. വീട്ടിൽ വന്നപ്പാടൻ ഇതാ പഴുത്തയൊക്കെയെല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല മധുരം ഉണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.